ചൈനയുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആംസ് അല്ല ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ആം എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്തുള്ളത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട് പലതും. സ്ക്രാപ്പ് കൊടുത്തിട്ടുള്ളത്. വ്യാജ മത പണ്ഡിതന്മാരുടെ കെണിയിൽ വീണിട്ടാണ് ഇവർ ഈ തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാവുന്ന അത്തരം ക്ലാസ്സുകൾ കിട്ടുന്നത്. പാകിസ്ഥാൻ്റെ ആണവശാസ്ത്ര പിതാവ് എന്ന് പറയുന്നത് യക്യുക്യാനാണ്. അവരുടെ ഒരു അണുവായുധത്തെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള സൈനിക ബലമുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതെ, നമ്മൾ പറഞ്ഞില്ലല്ലോ നമ്മൾ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുന്നുള്ളത്. ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുമെന്ന് പറഞ്ഞതോടുകൂടി തന്നെ അവർ വീണ്ടും ലോകത്തിന് മുമ്പിൽ ഒറ്റപ്പെട്ടു. ജയിലിൽ കിടക്കാത്ത ഏതെങ്കിലും പ്രധാനമന്ത്രിമാരുണ്ടോ അവിടെ? പാകിസ്ഥാനിൽ. നമസ്കാരം, വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. രാജൻജി നമസ്കാരം. യുദ്ധം അവസാനിച്ചു. യുദ്ധപ്രിയരല്ലാത്ത എല്ലാ മനുഷ്യരും ആനന്ദത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായിരിക്കും പെട്ടെന്ന് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു യുദ്ധം അവസാനിപ്പിച്ച് ഇന്ത്യക്ക് മുമ്പിൽ സറണ്ടർ ആവാൻ കാരണമെന്നാണ് തോന്നുന്നത്? അല്ല, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യുദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അങ്ങനെ ഓപ്പൺ വാറിലേക്ക് പോയിട്ടില്ല. എന്നാൽ തന്നെയും ഒരു യുദ്ധത്തിനുള്ള കെൽപ്പ് അവർക്കുണ്ടാവില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ല. ഒന്നാമത്തെ കാരണം നമ്മൾ പറഞ്ഞത് ചൈനയുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആംസ് അല്ല ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ആം എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്തുള്ളത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട് പലതും. സ്ക്രാപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അവർ വിറ്റഴിച്ച് ഇവരെ പറ്റിച്ചു എന്നുള്ളത് മനസ്സിലായി. അത് മാത്രമല്ല, നിർണായക ഘട്ടത്തിൽ ഇത് ഇപ്പം പുതിയ സാധനങ്ങൾ കിട്ടിയെന്ന് കൂട്ടിക്കുക. ഇനി പെട്ടെന്ന് പിന്നെ ഒരു എമർജൻസി എന്ന രീതിയിൽ അവർ പുതിയതായിട്ട് സാധനങ്ങൾ ഷിപ്മെൻറ്റ് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ എയർ കാർഗോ വഴി എത്തിക്കാൻ പറ്റും. പക്ഷേ ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പ്രാക്ടീസ് ഇവർക്ക് ട്രെയിൻഡ് അല്ല ഇവരെ ആൾക്കാർ. അപ്പോൾ ഈ സാധനം പഠിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ കയറി കഴിയും. എന്നാൽ അതേസമയം തന്നെ അതിന് പറ്റുന്ന ഒരു ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പഠിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഉക്രൈൻ റഷ്യയായിട്ടുള്ള യുദ്ധത്തിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, റഷ്യ കയറി വന്നപ്പം റഷ്യയുടെ പിന്നെ ആർമി ടാങ്കുകൾ അങ്ങോട്ട് മൂവ് ചെയ്ത സമയത്ത് യുക്രൈൻ രണ്ട് തന്ത്രങ്ങളെടുത്ത്. ഒന്ന്, അവരുടെ മൊത്തം ടാങ്ക് വ്യൂഹം ഉക്രൈനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞപ്പം അങ്ങോട്ട് വരുന്ന പാലം അങ്ങ് തകർത്തു. പിന്നെ ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, പിന്നെ ഇവർക്ക് ഇതിൻ്റെ ഫ്യൂവൽ കിട്ടുന്നില്ല. ബാക്കിയുള്ളത് ഇവരുടെ സപ്ലൈ ചെയിൻ മുഴുവൻ തകർത്ത് കളഞ്ഞു. അതേപോലെ തന്നെ അതാണ് യുദ്ധം ഇത്രയും നീണ്ടു നിൽക്കാൻ കാരണം. സപ്ലൈ ചെയിൻ തകർത്തു. ഇവർക്ക് പിന്നെ ആമില്ല, ഫുഡ് കിട്ടുന്നില്ല, ബാക്കിയുള്ള സാധനങ്ങൾ കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ലല്ലോ. കാരണം ഇത് ലിങ്ക് പോയില്ലേ. മാത്രമല്ല, അവരെന്ത് ചെയ്തു, സിവിലിയൻസിനെ പെട്ടെന്ന് അവർക്ക് ഏറ്റവും പിന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആം എക്യുപ്മെന്റ്സ് ഇവർക്ക് കൊടുത്തു. തോക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവരെല്ലാം പഠിപ്പിച്ചു. പിന്നെ വെപ്പൻസ് യൂസ് ചെയ്യാൻ പൊതുവെ അറിയാം അവർക്ക്, കുഞ്ഞിനെ തൊട്ട് പഠിക്കുന്ന. ഇവർക്കതല്ല, ഇവർക്ക് ഇന്ത്യയുടെ അടുത്തുള്ള ആം എക്യുപ്മെന്റ്സിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോ പ്രത്യാക്രമണത്തിന് പറ്റിയ രീതിയിലുള്ള ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള സാധനങ്ങൾ വേണം. അത് പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിയന്തരമായി വരുത്തിക്കഴിഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്യാൻ ആളില്ല. അല്ലെങ്കിൽ ചൈനീസ് പട്ടാളക്കാരെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരും. അതിപ്പോൾ വന്നു കഴിഞ്ഞാൽ ചൈന ഇന്ത്യയും തമ്മിലുള്ള ഓപ്പൺ വാറിലേക്ക് പോകും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക നില തകർന്നില്ല. ഇപ്പോൾ ജനം അവരുടെ ഫോക്കസ് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ബലൂചിസ്ഥാൻ ഒറ്റയടിക്ക് BLA പിടിച്ചെടുക്കും. എനിക്കൊന്ന് മറ്റേ ആ രാജ്യത്തിനകത്ത് നടക്കുന്ന കലാപം ഇവർക്കൊരു വളരെ വലിയൊരു വെല്ലുവിളിയായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? ബലൂചിസ്ഥാൻ മോചന സമരം വിമോചന സമരത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ ഒരു ഇന്ത്യ പാക് യുദ്ധ സമാനമായ സാഹചര്യത്തിൽ അവരെ പ്രതികൂലമായി ബാധിച്ചതാണ്. ഈ വെടിനിർത്തൽ നടന്നില്ലെങ്കിൽ ഒരാഴ്ച കൂടി ഇത് തുടരുകയാണെന്നുണ്ടെങ്കിൽ ബലൂചിസ്ഥാൻ വിട്ടുപോകും. ആ വിട്ടുപോയി കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കുന്ന വലിയ അപകടമുണ്ട്. പാകിസ്ഥാന് ഇപ്പം ഇന്ത്യൻ അതിർത്തി നോക്കിയാൽ മതി, ചൈനീസ് അതിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും എൻക്രോച്ചിങ് ഒന്നുമില്ല, സേഫാണ്. അതേസമയം ബലൂചിസ്ഥാൻ വിഘടിച്ച് പോകുന്നൊരു സ്ഥിതി വന്നാൽ ബംഗ്ലാദേശ് അതിർത്തി അവർക്ക് നോക്കണം. ബലൂചിസ്ഥാൻ വിഘടിച്ച് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഥിതി പിന്നെ 47-ലുണ്ടായിരുന്ന ഒരു രാജ്യം 3ആയിട്ട് മാറുക പിന്നെ ചെയ്യുന്നത്. ബംഗ്ലാദേശ് ഓൾറെഡി പോയി കഴിഞ്ഞു 71-ല്. പിന്നെ ബലൂചിസ്ഥാനും കൂടെ പോകും. ബലൂചിസ്ഥാൻ അതിർത്തിയിലെ ടൈറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി വേണ്ടേ, ഇവർക്ക് തീറ്റിപ്പോറ്റണ്ടേ ഈ ആർമിക്കാർക്ക്, നിങ്ങൾ ബാക്കിയുള്ള സാധനങ്ങൾ എത്തിക്കണ്ടേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോഴ്സ് ആകെ സ്കാറ്റേഡായിട്ട് പോകും. ഇവർക്ക് ഇപ്പോൾ ഇന്ത്യൻ അതിർത്തിയും പിന്നെ ബംഗ്ലാദേശ് അതിർത്തിയും നോക്കിയാൽ മതി. അതിന് പുറമെ ഒരു അതിർത്തിയും കൂടെ വരികയാണ്. ഇതെല്ലാം ഈ ദീർഘവീക്ഷണമൊന്നും യുദ്ധത്തിന് മുമ്പ് അവർക്കുണ്ടായിരുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോർട്ട് ടൈം അജണ്ടകൾ മാത്രമേ. ഒരു വികാരപരമായ തീരുമാനമായിരുന്നു, വിവേചനപൂർവ്വമായിട്ടുള്ള തീരുമാനം. വിവേകപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ നമ്മൾ ഒരുമിച്ചൊരു ടീം വർക്ക് എന്ന് പറയുന്നത് എങ്ങനെ, ഇപ്പോൾ ഇന്ത്യയുടെ ടീം വർക്കാണ്. ഒരു മരം കാവല്ല, ഒരുത്തൻ കരുത്തനല്ല എന്ന് പറയാറുണ്ട്. ഒരാൾ വിചാരിച്ച, ഒരു ക്യാപ്റ്റൻ വിചാരിച്ച ഒരു ചുക്കും നടക്കത്തില്ല. ഇപ്പം നരേന്ദ്രമോദി എങ്ങനെ പെർഫോം ചെയ്യുന്നത്? നരേന്ദ്രമോദിയുടെ മിനിസ്ട്രിയിലുള്ള അശ്വനി വൈഷ്ണവ്, റെയിൽവേ വകുപ്പ് മന്ത്രി, അല്ലെങ്കിൽ നിതിൻ ഗഡ്കരി, പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രി ജയശങ്കർ, എല്ലാവരും അവനവൻ്റെ പണിയെടുക്കുകയും അത് മോണിറ്റർ ചെയ്യുന്ന ഒരു പരിപാടി മാത്രമേ, ലീഡ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ PM-നുള്ളൂ. പാകിസ്ഥാൻ്റെ സിസ്റ്റം എങ്ങനെയാണ്? കരസേന മേധാവി പറഞ്ഞാൽ ചിലപ്പോൾ വ്യോമസേന മേധാവി കേൾക്കില്ല. ഇവർ തമ്മിൽ ഒരുമിച്ച് തന്നെ ഒരു കാര്യത്തിനകത്ത് ധാരണ ഉണ്ടാവില്ല. ഒരു ഏകോപനം എന്ന് പറഞ്ഞ സാധനം, കോർഡിനേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അവിടെ. കാരണം ലാക്ക് ഓഫ് ലീഡിങ് ഉണ്ട് അവിടെ മൊത്തത്തിൽ. രാജ്യത്ത് തന്നെ അതുണ്ടല്ലോ അസ്ഥിരാവസ്ഥ. ഇപ്പോൾ ഇമ്രാൻഖാൻ ജയിലിലിരുന്ന് ആഹ്വാനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കാർ തെരുവിലിറങ്ങി.
പിന്നെ പാർലമെന്റിനകത്ത് നടക്കുന്ന സംസാരങ്ങൾ നമ്മൾ കേട്ടു. അതായത് ആത്മവിശ്വാസം ചോർന്നു പോയതിൻ്റെ ലോകത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ അടയാളമായിരുന്നു ആ MP പാർലമെന്റിൽ നിന്ന് കരഞ്ഞുകൊണ്ട്. അതോടുകൂടി കഴിഞ്ഞു. അത് കൂടാതെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ പാകിസ്ഥാൻ അകത്തുള്ള പല ഭീകര സംഘടനകളും, അതായത് പാകിസ്ഥാൻ പട്ടാളവും ഭരണകൂടവും ഒക്കെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇതിനകത്ത് ഈ രാജ്യം സംരക്ഷണം കൊടുക്കുന്ന, പാകിസ്ഥാൻ സംരക്ഷണം കൊടുക്കുന്ന ചില ഭീകര സംഘടനകളാണ് ഈ യുദ്ധം ആഗ്രഹിക്കുന്ന കുറേ ഭീകരർ. അവരാണ് ഇപ്പോഴും അതിർത്തിയിൽ പ്രശ്നം സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവം? അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. ഈ ഭീകരർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെഹൽഗാമിലേക്ക് വന്ന ഭീകരരുടെ ആണെങ്കിലും ഈ ഭീകരരുടെ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ വിവരമില്ലാത്ത ഉസ്താദുമാർ, നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഞാൻ അടുത്ത ദിവസം യൂട്യൂബിലൊക്കെ കണ്ടൊരു സാധനമുണ്ട്, ഫേസ്ബുക്കിലൊക്കെ, ഏതോ ഒരു മൊയ്ലിയാർ പ്രസംഗിക്കുകയാണ്. വിവരമുള്ള, ദിനിബോധമുള്ള നല്ല മുസൽമാരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു പിന്നെ ഏതോ വിവരം കേട്ട ഒരു മൊയ്ലിയാരിരുന്ന് പ്രസംഗിക്കുകയാണ്, സ്വർഗത്തിൽ അവിടെ പിന്നെ കക്കൂസില്ല, കാരണം ഹൂറിമാരുടെ തന്നെ സുഗന്ധമായിട്ട് ഏമ്പക്കം പോവുകയാണെങ്കിൽ ഏമ്പക്കത്തിനും അല്ലാത്ത സുഗന്ധമാണ്, പിന്നെ മദ്യപ്പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇവനിവിടെ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരനായ ഒരു പാകിസ്ഥാനി ആവട്ടെ ഭീകരവാദ മനോഭാവത്തിലേക്ക് പോകുന്നുണ്ട്. കാരണം ഇവരുടെ ഏറ്റവും വലിയ കച്ചവടം അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും താലിബാൻ്റെ ഏറ്റവും വലിയ വരുമാനം എന്താ? ഒപ്പിയം കച്ചവടമാണ്. മെക്സിക്കോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത്തരം ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ഒരു രാജ്യമായിട്ട് അഫ്ഗാനിസ്ഥാൻ പോകുന്നുണ്ട്. അതിൻ്റെ അഫ്ഗാനിൻ്റെ ബോർഡർ ഏരിയയിൽ പാകിസ്ഥാനിലെയും കൃഷി ഇത് തന്നെയാണ്. അതാണല്ലോ ഇവിടുന്ന് പിന്നെ ഷിപ്മെൻറ്റ് പോയപ്പോൾ നമ്മൾ പിടിച്ചത് നമ്മുടെ നേവി. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവൻ നോക്കുമ്പം വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ഒരു ക്വാർട്ടർ മേടിക്കാനും പൈസ കഴിയുന്നില്ല അവിടെ, 2 പെഗ് അടിക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ ആകെ ഈ പിന്നെ ഒരു മര്യാദയ്ക്ക് ഒരു പെണ്ണ് കിട്ടുന്നില്ല. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവൻ കരുതുന്നതെന്ന് വെച്ചാൽ ഈ കൊല്ലാൻ പോകുമ്പോൾ ചാവുമെന്നറിയാം. ചാവേറായിട്ട് പോകുന്നതിൻ്റെ മനഃശാസ്ത്രം ഇതാ. LTTയുടെ ചാവേർ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, അവരുടെ ഒരു വിഷണറി ആയിട്ടുള്ള സാധനമായിരുന്നു. നമ്മളതിനോട് യോജിക്കുന്നില്ലെങ്കിൽ തന്നെ. ഇതങ്ങനല്ല, ഇത് സ്വർഗം സ്വപ്നം കണ്ടിട്ടാണ് പോകുന്നത്. മരിച്ചാൽ സ്വർഗത്തേക്കാണ് പോകുന്നത്. അപ്പം ഇവിടെ നിന്ന് കഷ്ടപ്പാടാണ്, എന്നും ദുരിതം, പട്ടിണി, പിന്നെ വിലക്കയറ്റം, എല്ലാം പ്രശ്നമാണ്. എന്നാൽ പോയിട്ട് ആക്രമിക്കുമ്പോൾ അങ്ങനെ വെടികൊണ്ട് പോയി കഴിഞ്ഞാൽ 72 ഹൂറിമാരെ കിട്ടും, മദ്യപ്പുഴ കിട്ടും, പിന്നെ മദ്യപ്പുഴ. അപ്പോൾ പിന്നെ ഈ ഇവിടുത്തെ ബിവറേ പോലെ അവിടെ അതും മര്യാദയ്ക്കില്ലെന്ന് തോന്നുന്നു, ലിക്കർ ഷോപ്പില്ലെന്ന് തോന്നുന്നു. അവിടെ പോയി ക്യൂ നിൽക്കണ്ട, പിന്നെ എന്നും ഈ സാമ്പാർ കുടിച്ചിരിക്കേണ്ട 72 ഹൂറിമാരുണ്ട്. ഇതെല്ലാം സംവിധാനങ്ങളുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവരെ ഈ സ്വർഗം എന്ന സങ്കല്പത്തെ തെറ്റായി പഠിപ്പിക്കുന്ന വ്യാജ മത പണ്ഡിതന്മാരുടെ കെണിയിൽ വീണിട്ടാണ് ഇവർ ഈ തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിതാവുന്ന അത്തരം ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ പെഹൽഗാമിലേക്ക് വന്നവരുടെ മനോഭാവം ഇത് തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാനിൽ നിൽക്കുന്ന ഭീകരവാദികൾ സ്വർഗ സ്വപ്നം കാണിച്ചാണ് ഇവരെ കൊണ്ടുപോകുന്നത്. സ്വർഗ സ്വപ്നം കാണിച്ചിട്ട്. അപ്പോൾ ഇവൻ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? അജ്മൽ കസബ് പറഞ്ഞില്ലേ, അജ്മൽ കസബ് അവസാന നിമിഷം പറഞ്ഞത്, തൂക്കിലേറ്റുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് എന്താ? വിചാരണ സമയത്ത് കോടതിയിൽ പറഞ്ഞത്, എന്നെ എത്രയും പെട്ടെന്ന് എന്നെ തൂക്കിക്കൊല്ലണം, എന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരെല്ലാം അവിടെ ഉണ്ട്, സ്വർഗത്തിലുണ്ട്, ഇത് കൂടെ കൂടി വെക്കാൻ വന്നവന്മാർ, എനിക്ക് അങ്ങോട്ട് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഇഞ്ചക്ഷനാണ് ഇവർക്ക് കൊടുക്കുന്നത്. ക്ലാസ് പ്രോപ്പറായിട്ടുള്ള മതപഠനമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ UAE-യിലോ സൗദിയിലോ ഇങ്ങനെ തീവ്രവാദികൾ ഉണ്ടാവുന്നില്ലല്ലോ. അപ്പം അവിടെ അതുമല്ല, അവിടെ തോന്നുന്ന മുസ്ലിംമാർക്ക് വഴിയരികിൽ മൈക്ക് കെട്ടിട്ട് പ്രസംഗിക്കാൻ UAE-യും സൗദി അറേബ്യയും ബഹ്റിനും ഒന്നും സമ്മതിക്കത്തില്ല. അവർ തൂക്കിയെടുത്ത് അകത്ത് കൊണ്ടിടും, അവരെ കയറ്റി വിടുകയും ചെയ്യും. അവിടെ മതപ്രചാരണത്തിന് ഗവൺമെൻറ്റിൻ്റെ അനുമതിയോട് കൂടിയിട്ട് സെൻസർഷിപ്പ് ഉണ്ട് അവിടെ, അതിനെല്ലാത്തിനും. ആ രീതിയിലുള്ള അത് കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് മാറുകയാണ്. ഇപ്പോൾ വിപ്ലവകരമായ മാറ്റങ്ങളല്ലേ സൗദിയിൽ സൽമാൻ രാജകുമാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. സ്ത്രീകൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നു. ഇന്ന് വരെ സ്ത്രീകൾക്ക് പിന്നെ സിനിമ കാണാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിനോ ഒന്നും പൊതുസ്ഥലത്ത് പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിനോ ഒന്നും അനുമതി ഇല്ലാതിരുന്ന സൗദി അതെല്ലാം സമ്മതിക്കുമ്പം ഇതെല്ലാം മുമ്പേ ആസ്വദിച്ചിരുന്ന ഇറാനിൽ അതെല്ലാം നിഷേധിക്കുകയും ചെയ്യുക, കുരുമുളക് സ്പ്രേ അടിക്കുന്നു. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ഇതെടുത്ത് നോക്കുമ്പം നമ്മുടെ വിഷയം മാറുകയല്ല, ഞാനിപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ പറയാം. അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ സർവകലാശാലയിലാണ് ലോകത്താദ്യമായി ഫെമിനിസം ഐച്ഛിക വിഷയമായിട്ട് പഠിപ്പിച്ചത്, ലോകത്താദ്യമായിട്ട്. ഇന്ന് അവിടെ കൊച്ചു പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പെൺപിള്ളേർക്ക് LP സ്കൂളിൽ പോകാൻ. അഫ്ഗാനിസ്ഥാൻ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു പണ്ട് എന്നുള്ളത് ചരിത്ര സത്യം. പഴയ ആൽബംസ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. തീർച്ചയായിട്ടും. ഇപ്പൊ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാന് ചൈന കൊടുത്തിട്ടുള്ള യുദ്ധോപകരണങ്ങളുടെ ഗുണനിലവാരമില്ലായ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഒന്ന് പേടിപ്പെടുത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ പുറത്തു വരുന്ന ചില വാർത്തകളാണ് അവരുടെ ന്യൂക്ലിയർ ബോംബിംഗ് സിസ്റ്റം. അതിനകത്ത് ഈ ഏതൊരു രാജ്യത്തിന്റെ ന്യൂക്ലിയർ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത് അവിടുത്തെ പ്രസിഡന്റിന്റെ കൈവശമായിരിക്കും. അതൊരു ഒരാളുടെ കൈവശം മാത്രം സൂക്ഷിക്കപ്പെടേണ്ട രേഖകളാണ് എന്നെനിക്ക് തോന്നുന്നു. അത് പക്ഷേ ആ രേഖകൾ, ആ ഒരു കോഡിങ് ഒരു പക്ഷേ
പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിനകത്തൊരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടാവും, അതായിരിക്കും ഈ അണുബോംബുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അതായത് ശരിക്കും ഭീഷണിപ്പെടുത്തൽ നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും നടക്കുന്നില്ല. ഇല്ല. ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവരിത് വികസിപ്പിക്കാൻ നോക്കിയത് സിയാ ഉൾ ഹക്കിന്റെ കാലം തൊട്ടേ ഉണ്ട്. ഈ ആണവായുധം വികസിപ്പിക്കാനുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു. ഇതിനകത്ത് സംശയിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമുണ്ട് എന്നെ സംബന്ധിച്ചുള്ള, എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഇപ്പം വിയന്ന കേന്ദ്രമായിട്ടുള്ള പിന്നെ ഇന്റർനാഷണൽ ആറ്റമിക് എനർജിയുടെ ഏജൻസിയിൽ വർക്ക് ചെയ്തിരുന്ന അതിൻ്റെ ആണവോർജ റിയാക്ടർ കേന്ദ്രത്തിൻ്റെ ഡിവിഷണൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന മുനീർ അഹമ്മദ് ഖാനാണ് ആദ്യം ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത്. അങ്ങനെ അയാൾ പാകിസ്ഥാൻ ആറ്റമിക് എനർജി കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ട് 1972 വരുന്നു. ഇവർ നിരന്തരമായ പരീക്ഷണങ്ങൾ നടന്നു. പക്ഷേ AQ-CAN വന്നതിന് ശേഷമാണ് ഇത് വികസിപ്പിക്കുന്നത്. ശരിക്കും പാകിസ്ഥാൻ്റെ ആണവശാസ്ത്ര പിതാവ് എന്ന് പറയുന്നത് AQ-CAN ആണ്. AQ-CAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളും ഈ പറഞ്ഞ പോലെ സ്വിറ്റ്സർലൻഡിലോ അവിടെയോ പോയിട്ട് അവിടുത്തെ ടെക്നോളജി കോപ്പി അടിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ശരിക്കും അന്ന് പേറ്റന്റ് ഇല്ലല്ലോ. ഈ സാധനം അവിടെ നിന്ന് കട്ടെടുത്ത് കൊണ്ടുവന്നാ അതാണ് ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ ഇയാൾ ഇതിന്റെ സാധനമായി വന്നതിന് ശേഷമാണ് പിന്നീട് ചഗായിലെ പരീക്ഷണമൊക്കെ നടക്കുന്നത്. നിരന്തരമായി പല പരീക്ഷണങ്ങളും നടന്നു. അവർ വിജയിച്ചു എന്ന് പറയുന്നത് നമ്മളെ പൊക്രാനിലെ സ്മൈലിംഗ് ബുദ്ധ വന്നതിന് ശേഷമാണ്. പിന്നെ വാജ്പേയിയുടെ സർക്കാരിന്റെ സമയത്ത് നമ്മൾ പൊക്രാനിലെ ആണവ പരീക്ഷണം നടത്തി ഒരാഴ്ചയ്ക്ക് ശേഷം ഇവരാണവ പരീക്ഷണം നടത്തുന്നത്. അവിടെ സംതിങ് റോങ്. എങ്ങനെയാണ് ഒരാഴ്ച കൊണ്ട് ഒരു രാജ്യത്തിന്, അവർക്ക് ആദ്യമേ അതിനുള്ള ശേഷി ഉണ്ടെങ്കിൽ അവർ പരീക്ഷ നടത്തിയാനെ. തീർച്ചയായിട്ടും. അപ്പം ഒരാഴ്ച കൊണ്ട് നമ്മൾ നടത്തി, ഒരാഴ്ച കൊണ്ട് ഞങ്ങളും നടത്തി എന്ന് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. മാത്രമല്ല ഇപ്പം പിന്നെ അത് ഫേക്ക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് കാരണം അവർ അവകാശപ്പെടുന്നതാണ് പരീക്ഷണം നടത്തി. പിന്നെ 2 രാജ്യങ്ങളോടും ലോകരാജ്യങ്ങൾ ഇടപെട്ട് തൽക്കാലം മരവിപ്പിച്ച് നിർത്തി. പിന്നെ ആണവ പരീക്ഷണങ്ങൾ നടത്തരുതെന്നൊക്കെയുള്ള ഒരു വാണിംഗ് എല്ലാം ലോകരാജ്യങ്ങൾ സ്നേഹപൂർവ്വവും അല്ലാതെയും തന്നിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഒരു അണുവായുധത്തെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള സൈനിക ബലമുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ അണുബോംബൊന്നും ഇന്ത്യയെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല എന്നുള്ളതിനാണ് സത്യം. പക്ഷേ എങ്കിലും നമ്മളൊക്കെ ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാത്ത ചില വിഷയങ്ങളുണ്ട്. കാരണം പാകിസ്ഥാൻ ഇത്ര പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ചത്, കാരണം വികാരപൂർണ്ണമായിട്ട് യുദ്ധം ചെയ്യുന്ന ആളുകളാണ് ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒട്ടും വിവേകം ഉപയോഗിക്കാത്ത ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് വിവേകം എങ്ങനെ ഉദിച്ചു എന്നുള്ളതാണ് ഒരു ചോദ്യം. അല്ല, വിവേകം നിലനിൽപ്പ് അവതാളത്തിലാവുന്നു എന്നുള്ള അവസ്ഥ മനസ്സിലായിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനം സഫർ ചെയ്യേണ്ടി വരും. ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ പറഞ്ഞ നേതാക്കന്മാർ മുഴുവൻ ചാർട്ടർ ചെയ്ത് ഫ്ലൈറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇവിടെ എങ്ങാനും യുദ്ധം രൂക്ഷമായി കഴിഞ്ഞാൽ ഉമ്മരങ്ങ് പോവും. പിന്നെ ന്യൂക്ലിയർ ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ഒന്നും ആവില്ല. ഉപയോഗിച്ചാൽ അത് ഒറ്റ കൈപ്പണിയാണ്. അതാണല്ലോ മറ്റേ പാകിസ്ഥാനിലെ പാർലമെന്റിലെ MP പറഞ്ഞ ഒരു കാര്യം അതാണല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിദേശത്ത് സ്വത്തുക്കളുണ്ട്, നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകും, പക്ഷെ ഞങ്ങളാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞൊരു പ്രസംഗമുണ്ട്. അത് ലോക മനസാക്ഷിയെ തന്നെ കരയിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പ്രസംഗമായിരുന്നു. ആ പാകിസ്ഥാന്റെ അത്രയും ദരിദ്രമായ സാഹചര്യങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഇവർക്ക് ആണവായുധം എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടാക്കി വെച്ച ആണവായുധം എടുത്തിട്ട് ഇപ്പോൾ പ്രയോഗിച്ചാൽ എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ള കാര്യം പറയാൻ പറ്റത്തില്ല. കാരണം ഇത് കെമിക്കലാണല്ലോ സംഭവം. ഇത് എത്രയോ വർഷങ്ങളായിട്ടിരിക്കുന്ന സാധനം എടുത്തിട്ട് സ്റ്റോക്ക് എടുത്തിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല. അവർക്ക് ആവശ്യത്തിന് യുറേനിയം കിട്ടുന്നില്ല എന്ന് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ പിന്നെ ഈ ആറ്റമിക് ബേസ് ആയിട്ടുള്ള 3 എനർജി പവറുകൾ അവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, അതിൽ 2 വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ 1 പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ ലാക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എന്നുള്ള സാധനമുണ്ട്, അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഈ സാധനങ്ങൾ വേണ്ടത്ര യുറേനിയം അവർക്ക് കിട്ടുന്നില്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് അനുമാനിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ളൊരു തോന്നൽ. അത് ഇൻ്റർനാഷണൽ മീഡിയാസ് പലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം 3 2 എന്തുകൊണ്ട് ഷട്ട് ഡൗൺ ആയി? ഈ ഷട്ട് ഡൗൺ ആവണമെന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ട റോ മെറ്റീരിയൽസ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ യുറേനിയത്തിൻ്റെ ലഭ്യത കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പം പിന്നെ 100 കിലോ ഇതിൽ നിന്ന് 10 ഗ്രാമാണ് ഈ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് 100 കിലോയിൽ നിന്ന്. അതായത് 1 കിലോ കിട്ടണമെന്നുണ്ടെങ്കിൽ 10 ടൺ സാധനം വേണം. 65 കിലോ ഉള്ളതാണ് ഹിരോഷിമയിൽ പ്രയോഗിച്ചത്. 65 കിലോ ഉള്ളത് പ്രയോഗിക്കണം എന്നുണ്ടെങ്കിൽ 6.5 ലക്ഷം ഇത് വേണം. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട്, അപ്പോൾ അത്രയും റോ മെറ്റീരിയൽസ് കിട്ടാനും അത് അതിൻ്റെ ഒരു പർച്ചേസിങ് കപ്പാസിറ്റിയും ഇവർക്ക് പോകണ്ടോ എന്നുള്ളത് ആലോചിക്കണം. അവർ സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുകയല്ലേ. അപ്പം ആണവായുധം അവർ അന്ന് ചഗായിൽ പരീക്ഷിച്ചത് സത്യമാണെങ്കിൽ തന്നെ ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തവണ അവിടെ ഭൂമികൾക്കും ഉണ്ടായെന്ന് പറയുന്നുണ്ട്. റിക്ടർ സ്കെയിലിൽ ചെറിയ തോതിലുള്ള. അത് സത്യമാണെന്നുള്ളത് നമുക്കറിയില്ല. ഇൻ്റർനാഷണൽ മീഡിയകൾ പലതും പറഞ്ഞിട്ടുണ്ട്, പല മീഡിയാസും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ 2 തവണ ഭൂചലനം ഉണ്ടായപ്പം അത് സത്യമാണെന്നറിയില്ല. സത്യമാണെങ്കിൽ അതൊരു ആണവ പരീക്ഷണത്തിൻ്റെ
പ്രകമ്പനമാകാനാണ് സാധ്യത. അങ്ങനെ വന്നെങ്കിൽ അവരിപ്പോഴാണ് ഇതിന് നോക്കുന്നത്. ഒറ്റ കൈക്ക് ഇവരിത് പ്രയോഗിക്കാനും മടിക്കത്തൊന്നുമില്ല. കാരണം വേറെ നോക്കാനില്ലല്ലോ. അവർ തോറ്റു പോവുകയാണല്ലോ, എന്നാൽ പിന്നെ കൊന്നിട്ട് ആവാമെന്നുള്ള തീരുമാനിക്കുമെന്നുള്ളത് പറയാൻ പറ്റില്ല. ഈ ഭ്രാന്തന്മാർ അങ്ങനെ ഒരു മനോഭാവമുള്ളവരാണ് പൊതുവെ. വേറൊന്ന്, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, നമ്മുടെ തിരിച്ചടി തുടങ്ങുന്നതിന് മുമ്പ് ഷഹബാസ് ഷെരീഫ് അവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾ ആണവായുധം പ്രഖ്യാപിക്കും, ഞങ്ങളിപ്പോൾ ശരിയാക്കും എന്നുള്ളത്. നരേന്ദ്രമോദി തക്കതായ മറുപടി കൊടുത്തിരുന്നല്ലോ. പക്ഷെ അത് ഞങ്ങളിപ്പോൾ ശരിയാക്കും എന്ന് പറയുന്നത് ഈ വെല്ലുവിളി മറ്റേ ഏതൊരു സിനിമയ്ക്കകത്ത് കൊച്ചിൻ ഹനീഫ വെല്ലുവിളിക്കുന്ന പോലെയുള്ള വെല്ലുവിളിയാണ്. കാരണം കുറയ്ക്കുന്ന പട്ടി കടിക്കത്തില്ലല്ലോ. ഇതെന്താ അറിയോ, മൊബൈൽ ടവറിന്റെ മേളിൽ കയറി നിന്നിട്ട് ആത്മഹത്യാ ഭീഷണി മുടക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ ചാടുമെന്ന് പറഞ്ഞിട്ട് പോലീസും ഫയർഫോഴ്സും ഒക്കെ വന്നിട്ട് ഇവനെ അങ്ങ് ഇറക്കും. ചാടാനുള്ളങ്ങ് ചാടിയാൽ പോലെ, ഇവനിതെല്ലാം വരുന്നിടം വരെയൊക്കെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഈ സാധനമാണ് ഇവരെടുത്ത് പ്രയോഗിക്കുന്നത്. ഇവരുടെ ഭീതി കൊണ്ടാണ് ഇവർ ആണവായുധം നമ്മൾ പറഞ്ഞില്ലല്ലോ, നമ്മളടുത്ത് എന്തായാലും ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലല്ലോ നമ്മൾ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുന്നുള്ളത്. ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുമെന്ന് പറഞ്ഞതോടുകൂടി തന്നെ അവർ വീണ്ടും ലോകത്തിന് മുമ്പിൽ ഒറ്റപ്പെട്ടു. സ്കാൻഡിനേവിയൻ കൺട്രീസ്, യൂറോപ്യൻ ബാക്കിയുള്ള കൺട്രീസ്, ഇവരൊന്നും തന്നെ ലോക മാനവികത ഇതിനെ അംഗീകരിക്കുന്ന കാര്യമല്ല. ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നതിനെതിരെ ആധുനിക സമൂഹം എതിരാണ്, പരിഷ്കൃത സമൂഹം. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അത് ഉപയോഗിക്കുമെന്ന് പറയുന്നവരുടെ മനോനില ഇവർ പരിശോധിക്കും. ആ രാജ്യത്തിൻ്റെ പോളിസിയെക്കുറിച്ച് അവർക്കിനിയും ഫോറിൻ എയ്ഡ് കിട്ടത്തില്ല. ഇപ്പം ലോകബാങ്കിൽ നിന്ന് ഇവിടുന്ന് കടമെടുക്കുക എന്നല്ലാതെ മറ്റേതല്ലാതെ തന്നെ എയ്ഡ് ഉണ്ടായിരുന്നല്ലോ, ആ രീതിയിലുള്ള എയ്ഡുകളൊന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് പോകുമ്പം പാകിസ്ഥാൻ ഇപ്പം തൽക്കാലത്തേക്ക് ഈ വെടിനിർത്തലൊക്കെ വന്നെങ്കിലും മുന്നോട്ടുള്ള വഴി ദുഷ്കരമാണ്. അവർക്ക് BLA പോലും പിടിച്ചു കിട്ടാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നേരത്തെ സിബി പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഇവർക്ക് ഇത് പ്രയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ഇത് പ്രയോഗിക്കാൻ ഇതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയുടെ ആണെങ്കിൽ വൈറ്റ് ഹൗസാണ്, പ്രസിഡൻ്റാണ് തീരുമാനിക്കുന്നത്. സ്റ്റേബിളാണ്, കൺസിസ്റ്റൻ്റ് ആണ്. ഇവിടെയും അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം. എക്സ് ഓർ വൈ ആരാണോ ആ സ്ഥാനത്തിരിക്കുന്നത്, ആ കസേരയിലിരിക്കുന്ന ആളാണ് അതിൻ്റെ കൺട്രോൾ വരുന്നത്. അവർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. വിവിധ സേനാ മേധാവികളും അതിന് പുറമെ ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നുള്ള സംവിധാനവും കുറേ വർഷങ്ങളായിട്ടുണ്ട്. അപ്പം ഇത് അൾട്ടിമേറ്റ്ലി PM ഓഫീസ് ആണെങ്കിലും പ്രതിരോധ വകുപ്പ് മന്ത്രിയൊക്കെ ഉണ്ടാകുമ്പോഴും അൾട്ടിമേറ്റ്ലി അജിത് ഡോവൽ ആണ് അതിൻ്റെയൊക്കെ ഒരു കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിനകത്ത് നിർണ്ണായക കീ റോളിൽ നിൽക്കുന്ന ഒരാൾ. അവർക്ക് അങ്ങനെ ഒരാളില്ലല്ലോ. ഇവർ തമ്മിൽ തന്നെ മറ്റവനെ വെട്ടിയിട്ട് എങ്ങനെ കയറി വരാന്നുള്ളത്. ഇവരുടെ പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള അധികാര കൈമാറ്റങ്ങൾ എല്ലാം തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു അട്ടിമറിയിലൂടെയാണ്. ഈ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടന്നേക്കുന്നത് വളരെ ചുരുക്കം തെരഞ്ഞെടുപ്പുകൾ മാത്രമേ ജനാധിപത്യത്തിലൂടെ നടന്നിട്ടുള്ളൂ എന്നോട് നമ്മൾ മനസ്സിലാക്കാൻ. അല്ല, ഒരൊറ്റ പ്രധാനമന്ത്രിമാരും കാലാവധി വെച്ചിട്ടില്ല ഇന്ന് വരെ. ഇത്രയും വർഷമായി ഒരൊറ്റ പ്രധാനമന്ത്രി. ഇവിടെ നമുക്ക് ലോക്സഭയിൽ തൂക്ക പാർലമെന്റ് വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷി പിന്തുണ പിൻവലിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഭരണം മാറുന്നത്. അവർക്ക് അങ്ങനെയല്ലോ ഭരണം മാറുന്നത്. അവർക്ക് അട്ടിമറിക്കപ്പെടുക തന്നെയല്ലേ ഇന്ന്. മുഷറഫ് നവാസ് ഷെരീഫിനെ അട്ടിമറിച്ചു, മുഷറഫിനെ അട്ടിമറിക്കപ്പെടുന്നു. എല്ലാവരും ജയിലിൽ കിടക്കാത്ത ഏതെങ്കിലും പ്രധാനമന്ത്രിമാരുണ്ടോ അവിടെ പാകിസ്ഥാനിൽ ഇന്ന് വരെ? എനിക്കത് പറ്റേ ഈ നേതാക്കന്മാരൊക്കെ തന്നെ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പറ്റുന്നത്രയും ആയുധം ഈ ഭീകരർക്ക് സൈനിക യുദ്ധോപകരണങ്ങൾ ഭീകരർക്ക് നൽകി പണം മേടിച്ചിട്ടുണ്ടെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് പാക് സർക്കാർ. അത് അവിടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭീകരർക്ക് നൽകി പണം മേടിക്കുക എന്നുള്ളതല്ലോ. ഭീകരർ ഇവരുടെ തന്നെ ഒരു ഉപസേന, നമ്മുടെ BSF ഭീകരർക്ക് മറ്റ് പല ഭാഗങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവും. മറ്റു പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളൊക്കെ സപ്പോർട്ടുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പാകിസ്ഥാന്റെ ഭരണാധികാരിയെ സംബന്ധിച്ചിട്ട് കുറേ പണം ഉണ്ടാക്കുക, ഇറങ്ങി പോവുക എന്നതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും നാട് നന്നാക്കണം എന്നുള്ള ലക്ഷ്യം. ഇറങ്ങി പോവുക എന്നുള്ളതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ എപ്പോഴും കാണുന്നത് ഈ ജയിലിലേക്ക് പോകാനുള്ള കിൻഡർ ഗാർട്ടനാണ് പ്രധാനമന്ത്രി സ്ഥാനം. അവിടെ നിന്ന് ഈ KG ഇരുന്നിട്ട് പിന്നെ അടുത്തത് പോകുന്ന ജയിലിലോട്ട്. രണ്ടാമത്തെ കാര്യം, ഇറാനാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു രാജ്യം. ഇറാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ ഷിയ മുസ്ലിങ്ങൾ, ആയത്തുള്ള ഖുമൈനിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അത് ക്രിസ്ത്യാനികളല്ല, ജൂതന്മാരല്ല, ഹിന്ദുക്കളല്ല, വേറെ ആരുമല്ല, അത് സുന്നി മുസ്ലിങ്ങളാണ് ബേസിക്കലി. അതുകൊണ്ടാണല്ലോ ഇറാൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇറാൻ കൊടുത്തിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൂടി ഹൂതികൾ എങ്ങോട്ടാണ് മിസൈൽ വിട്ടത്? അത് വേറെ അങ്ങോട്ടുമല്ലോ വിട്ടത്. അവരാദ്യം മിസൈൽ വിട്ടത് അബുദാബിയിലോട്ടും സൗദി അറേബ്യയിലോട്ടും വിട്ടെ. അപ്പോൾ സൗദി അറേബ്യയും ലോക മുസ്ലിങ്ങളുടെ പുണ്യഭൂമിയായ സൗദി അറേബ്യയിലേക്ക് മിസൈൽ വിടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷെല്ല് വിടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ചേതോവികാരം ഈ ഷിയാവൽക്കരണമാണ്. ഷിയ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ സുന്നി മുസ്ലിങ്ങൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇവിടെ സിറിയയിലും
ഒക്കെ നടന്ന ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സംഭവങ്ങൾക്കകത്തും സുന്നി ഷിയ വിഷയങ്ങളാണ് നടക്കുന്നത്. അപ്പം ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അപകടകാരികളാണ്. സുന്നികളെന്ന് പറഞ്ഞാൽ വളരെ കുഴപ്പമില്ലാതെ ജീവിക്കുന്നവരെ. ഞാൻ പറഞ്ഞല്ലോ, പാകിസ്ഥാനികളും വളരെ മാന്യമായിട്ട് ഒക്കെ നിൽക്കുന്നവരെ. ഇവരെ വഴിതെറ്റിച്ചു വിടുന്ന ചില മത നേതൃത്വം, ചില തീവ്രവാദ സംഘടനകൾ, അത് പിന്നെ മസൂദിനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ലൊക്കേറ്റ് ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ അത് ലൊക്കേറ്റ് ചെയ്യും. അതിപ്പോൾ ഇവിടം കൊണ്ടങ്ങ് അവസാനിക്കുന്നില്ല. ഒരു ഓപ്പൺ വാറിലേക്ക് പോകണ്ട എന്ന നിലയ്ക്കും. പിന്നെ അത് പാകിസ്ഥാൻ ഐഡന്റിഫൈ ചെയ്യോ അതോ ഇന്ത്യ ഐഡന്റിഫൈ ചെയ്യോ? പാകിസ്ഥാൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? പാകിസ്ഥാൻ അവരെ പേടിച്ച് നിൽക്കുകയല്ലേ. അല്ല, ഒരു ഒസാമ ബിൻ ലാദനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തവരാ. ഇവർക്ക് അതിനുള്ള വല്ല ഇതുണ്ടോ? ഏതൊക്കെയാലും ഓരോ ഇന്ത്യക്കാരനും അഭിമാനം തോന്നുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നതിൽ ആർക്കും തർക്കം വേണ്ട. കാരണം ഇനി ഓരോ ഇന്ത്യക്കാരന് ഇനി ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടെ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പറയാം, ഞാനൊരു ഇന്ത്യക്കാരൻ ആണ്, എൻ്റെ രാജ്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.